അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ. എന്നാൽ ശിവകുമാറിനൊപ്പമുണ്ടായിരുന്ന ചിലർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നും ഇവർക്കെതിരെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിജോ വിജോൺ വിവരങ്ങൾ നൽകും. സിജോ, VS ശിവകുമാറിന് ആശ്വാസകരമായ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് അല്ലേ? യെസ്, VS ശിവകുമാറിനാണ് വളരെ ആശ്വാസത്തിന് വക നൽകുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് വിജിലൻസ്. സിജോ വിജോൺ ചേരും. സിജോ, വളരെ ആശ്വാസകരമാണ് VS ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ കൂടിയുണ്ട്. പക്ഷെ അത് VS ശിവകുമാറിനെ ബാധിക്കാനിടയില്ല. എന്താണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? മന്ത്രിയായിരിക്കെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു VS ശിവകുമാറിനെതിരായിട്ടുള്ള കേസ്. ഇതിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നത്. ഇതിൽ അന്വേഷണം നടത്തിയ വിജിലൻസ് സംഘം വ്യക്തമാക്കുന്നത് യാതൊരു തരത്തിലുമുള്ള അനധികൃതമായ സ്വത്തും VS ശിവകുമാർ സമ്പാദിച്ചിട്ടില്ല. ഭാര്യയുടെ വരുമാനവും അതോടൊപ്പം തന്നെ മറ്റു സ്വത്തുക്കൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ റിപ്പോർട്ട് വിജിലൻസ് സംഘം സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ശിവകുമാറിനൊപ്പമുള്ള മറ്റു 3 പേർക്കെതിരെ കണ്ടെത്തലുകളുണ്ട്. ശിവകുമാറിന്റെ സുഹൃത്തായ NS ഹരികുമാർ, M രാജേന്ദ്രൻ, ഡ്രൈവർ ഷൈജു എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കണ്ടെത്തലുള്ളത്. മൂവരും ശിവകുമാർ മന്ത്രിയായിരുന്ന കാലത്ത് സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇവർക്കെതിരെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം വേണമെന്ന ശുപാർശയാണ് വിജിലൻസ് സർക്കാരിന് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ വിവിധ മണ്ഡലങ്ങളിലൊക്കെ ശിവകുമാറിന്റെ പേരുകളൊക്കെ സജീവമായിരുന്നു. സ്വാഭാവികമായും അനധികൃതമായ സ്വത്ത് സമ്പാദനമൊക്കെ ഒരു പ്രതികൂലമായ ഒരു വിധിയായിരുന്നെങ്കിൽ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായേനെ. എന്തായാലും വിജിലൻസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്.